പ്രിയപ്പെട്ട സഹോദരങ്ങള്, അതുകൊണ്ട് ആവർത്തിച്ച് ഞാൻ പഠിപ്പിച്ചു തരുന്നത്, ലോകത്തിന്റെ രാജാവ് അല്ലാഹുവാ. അവനെ വെല്ലാൻ പറ്റിയ രാജാവ് മറ്റാരുമില്ല. അതുകൊണ്ട് രാജാവിനോടാണ് ചോദിക്കേണ്ടത്. പറയേണ്ടത് ആരോടാ? ലാത്തയോടും മുസ്സയോടുമല്ല. ഇക്രിമയോട് പഠിപ്പിച്ചു കൊടുത്തു, അള്ളാനെ പഠിപ്പിച്ചു കൊടുത്തു. അള്ളാനോട് പറയുക. അപ്പൊ നമ്മൾ പറയുന്ന വാക്കെന്താ? സാറേ, ഞാൻ പറഞ്ഞ അല്ല കേൾക്കൂല. എന്താ മോനെ, നീ എങ്ങനെ പറഞ്ഞാൽ ഇസ്ലാമിന്റെ വെളിയിലാ? നീ പറഞ്ഞാലല്ല കേൾക്കാത്തതെന്താ? കടുവാപ്പള്ളിയിലെ ചെറുപ്പക്കാരാ, നീ പറഞ്ഞാലല്ല കേൾക്കില്ല എന്ന് പറയുന്നത് ഏതടിസ്ഥാനത്തിലാ? ആരാ അല്ലയാരാ? യസ്മഉ ഹറകാത്തിൻ നംലതി സഖറത്തി സമ്മാഇ ഫിൽ ലൈലത്തി يسمع حركات النملة على صخرة السماء في الليلة الظلماء. അന്ധകാര നിബിഡമായ കൂരാകൂരിട്ടിന്റെ നടുവിൽ ഉയർത്തപ്പെട്ട പാറക്കെട്ടിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന ഉറുമ്പിന്റെ ശബ്ദം പോലും കേൾക്കുന്നവനാണല്ലാ. ആരാ അല്ലയാരാ? ആരാ അല്ലയാരാ? മാർബിളിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന, കൂരാകൂരിട്ടിന്റെ നടുവിൽ വെണ്ണക്കല്ലിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന കുഞ്ഞനുറുമ്പിന്റെ പാദപതന ശബ്ദം പോലും കേൾക്കുന്നവനാണല്ലാ. യസ്മഉ ഹറകാത്തിൻ നംലതി അല സഖറത്തി സമ്മാഇ ഫിൽ ലൈലത്തിൽ അൽമാ. ഇത്ര സുന്ദരമായൊരു വാക്കേതാണുള്ളത്. ഇത് പറഞ്ഞതാരാ? ലോകത്തിന്റെ ഏറ്റവും വലിയ സാഹിത്യകാരൻ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവാ, അവൻ കേൾക്കും. എന്താ കേൾക്കുക? സമയേടാ? സമയേതാ? പാതിരാത്രി. എതിരാ നടക്കുന്നത്? വെണ്ണക്കല്ലിന്റെ മുകളിലൂടെ. ആരാ നടന്നത്? കുഞ്ഞനുറുമ്പ്. ആരാ നടന്നത്? കുഞ്ഞനുറുമ്പ്. എപ്പോഴാ നടന്നത്? പാതിരാത്രിയിൽ. എതിലെയാ നടന്നത്? വെണ്ണക്കല്ലിന്റെ മുകളിലൂടെ. ആ ശബ്ദം ആര് കേട്ടു? ആര്? ചിന്തിക്ക, കൽബിലോട്ടിറക്ക്. ആര് കേട്ടു? അല്ല കേട്ടു. ഉസ്താദേ, ഞാൻ പറഞ്ഞിട്ട് അല്ല ഒന്നും തരുന്നില്ല. അല്ല തരാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? എന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല, നമ്മൾ നമ്മുടെ സങ്കടം മുഴുവനും പടപ്പിനോട് പറഞ്ഞു, പടച്ചവനോട് പറഞ്ഞില്ല. നമ്മുടെ സങ്കടം മുഴുവൻ നമ്മൾ ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? പടപ്പിനോട് പറഞ്ഞു. ആരോട് പറഞ്ഞില്ല? പടച്ചവനോട് പറഞ്ഞു. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എഴുന്നേക്കരുതെന്ന് പറഞ്ഞു. ഇത്രയും മാത്രം കേട്ടിട്ട് പോയ ആ വാക്കവി പറഞ്ഞടെ പടപ്പിനോട് പറയാൻ പാടില്ല എന്ന് നിങ്ങൾ പിഴച്ചു, വഴിയടിച്ചു. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ ആരോട് പറഞ്ഞു? പടപ്പിനോട് പറഞ്ഞു. പടച്ചവനോടൊട്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? രണ്ട് സംഭവം ഞാൻ ഖുർആനിൽ നിന്ന് പറഞ്ഞുതരാം. എത്ര സംഭവം? രണ്ട്. ഖുർആൻ അല്ലാതെ, ഖുർആൻ വിശുദ്ധിക്ക് വിജയത്തിന്. വിജയം പറയാൻ പറ്റുന്നില്ല, വിശുദ്ധി ആദ്യം പഠിക്കട്ടെ. ഖുർആൻ തന്നെ നമ്മുടെ വിഷയം. രണ്ട് സംഭവം, രണ്ട് ചെറുപ്പക്കാരുടെ കഥ. ചെറുപ്പക്കാരെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഖുർആനിൽ നിന്ന്. പടച്ചവനോട് പറഞ്ഞില്ല. ആരോട് പറഞ്ഞു? പടപ്പിനോട് പറഞ്ഞു. പടപ്പിനോട് പറയാൻ പാടില്ല. ആരോടെ പറയാവൂ? പടച്ചവനോടെ പറയാവൂ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? രാത്രിയിൽ ഉറക്കം വരാതെ കിടക്കുക. എവിടെ? ഗൾഫില്. 12 മണിയായി, 2 മണിയായി, ഉറക്കമില്ല. അവസാനം 2 മണിയാകുമ്പോ ഒന്ന് തിരിഞ്ഞു കിടന്നു. അപ്പൊ അടുത്ത് കിടക്കണോ ചോദിക്കും. ഉറങ്ങിയില്ലേ? ഇല്ല. എന്തേ? പാപ്പ വിളിച്ചിരുന്നു, പെങ്ങടെ കല്യാണ, 20 പവന്റെ സ്വർണ്ണ ഉണ്ടാവും. അവരുടെ പ്രതീക്ഷ ഞാൻ ഗൾഫിലുണ്ടെന്നാണ്. എന്റെ കയ്യിലാണെങ്കിലും ഒന്നുമില്ല. മറ്റന്നാള് കല്യാണം, 1 തരി പവന്റെ സ്വർണ്ണ എന്റെ കയ്യിലില്ല. ഞാൻ ആരോടാ പറയും? എന്താ ചെയ്യുക? എന്നെ ഇപ്പൊ ആരാ സഹായിക്കുക? ഓർത്തിട്ട് എനിക്ക് കിടന്നിട്ട് ഉറക്കം പറഞ്ഞില്ല. എന്റെ പൊന്നു സഹോദരിമാരെ, നന്നായിട്ട് കേക്ക്. വല്ലാത്ത മനപ്രയാസം കാണാൻ. രാത്രി കിടന്നിട്ട് 2 സമയത്തിലായി, വീട് ജപ്തി ചെയ്യാറായി, കടം, രോഗത്തിന്റെ തീവ്രത, സർവ്വ ഡോക്ടർമാരെടുത്തും പോയി. ഞാനിപ്പോ എവിടെയാ പോവുക? ആരോടാ പറയും? നമ്മൾ പറയാറുണ്ട് അടുത്ത് കിടക്കുന്ന ആളുകളോട്, ആവലാതിയും വേവലാതിയും നമ്മൾ എല്ലാവരോടും, കൂട്ടുകാരോടൊക്കെ പറയും. ഇല്ലേ? ഞാൻ പറഞ്ഞത് നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇതേ സമയത്ത് പാതിരാത്രി 2 മണിക്ക്
നമ്മൾ കൂട്ടുകാരനോട് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് അതേ സമയത്ത് നമ്മുടെ ബെഡ്റൂമിൽ ഒരു മുസല്ല വിരിച്ചിട്ട് അള്ളാനോട് എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞോളൂ? മോനെ, ഡേവിഡ് ബെക്കാം നിന്റെ ദൈവമാ, നെയ്മർ നിന്റെ ദൈവമാ, മെസ്സി നിന്റെ ദൈവമാ, മമ്മൂട്ടി മോഹൻലാൽ നിന്റെ മറ്റൊരു ദൈവമാ. പൊന്നുമോനെ, മമ്മൂട്ടിയുടെ വാഹനം പോയപ്പോ പുറകെ മമ്മൂട്ടി എന്ന് വിളിച്ച് പുറകെ പോയ ആരാധകര് അവസാന ശല്യമായപ്പോ തന്റെ പുറകെ പേരും വിളിച്ച് നടന്നവന് ഡോറ് തുറന്നിട്ട് കയ്യിൽ പിടിച്ചു വലിച്ചെറിഞ്ഞില്ല മമ്മൂട്ടി. ഒരു വശത്തേക്ക് തിരിഞ്ഞ് താരരാജാവായ മോഹൻലാൽ ഡാൻസ് ചെയ്തപ്പോ താൻ ഇതേവരെ സിന്ദാബാദ് വിളിച്ച ഫ്ലെക്സ് വെച്ച ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയ മോഹൻലാലിന്റെ കയ്യിൽ പിടിച്ചിട്ടൊന്ന് ഡാൻസ് ചെയ്യാൻ ഒരു ഫാൻസുകാരൻ സ്റ്റേജിൽ കയറിയപ്പോ വലിച്ചു കൊടഞ്ഞിറങ്ങില്ല മോഹൻലാല്. പൊന്നുമോനെ, നീ ഫ്ലെക്സ് വെച്ച താരപരിവേഷണം നടത്തിയ നിന്റെ മമ്മൂട്ടിയുടെ കയ്യിൽ നിനക്കൊന്നും തൊടാൻ പറ്റില്ലടാ. നീ മമ്മൂട്ടിന്ന് വിളിച്ചാൽ തിരിഞ്ഞു നോക്കില്ലടാ. മോഹൻലാലിനെ തൊടാൻ പോയപ്പോ വലിച്ചെറിഞ്ഞടാ. പക്ഷേ പതിരാ സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ. പതിരാ സമയത്ത് നീ ഒന്ന് വിളിക്കോ, എന്റെ അല്ലാ. ഇന്നല്ലാഹ യബ്സുത്തു യദഹു ഫിൽ ലൈലി ലിയതൂബ മുസീഅൻ നഹാർ. ഒരു പ്രാവശ്യം അല്ലാഹ് വിളിച്ചാൽ പടച്ചറപ്പ് നിന്റെ വിളിക്കുത്തരം നൽകുമെങ്കിൽ വലിച്ചെറിയ പൊന്നുമോനെ നിന്റെ ഭൗതിക ദൈവങ്ങള്. പൊന്നുമോളെ വലിച്ചെറിയ നിങ്ങള് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോ. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീബി ആയിഷ. ഖുർആനാണ് ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. ഈ കടുവാപ്പള്ളിയിൽ എന്നെ കേൾക്കാ കുതിച്ചെത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ആയിഷ പറ. ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷത്തും ഹഫ്സത്തും സൗദ സഫിയത്തും മൈമൂനത്തും വറംല ഇന്ദും വസൈന പുൻഗദാ ജുവൈരിയ ദൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. അല്ലാഹ് വിളിക്കാ മറന്നുപോയവനെ, അല്ലാഹ് എന്ന അക്ഷരത്തെ മറന്നുപോയവനെ, ഹൃദയത്തിന്റെ അന്തരാളത്തിൽ അല്ലാഹ് വിളിച്ചില്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ മുഹീദ്ദീൻ റാത്തീബ് നടത്താറുണ്ട്. പുരോഗമനം വന്നപ്പോ പടിയടച്ചില്ലടാ. നീ മുഹീദ്ദീൻ റാത്തീബിൽ അല്ലാഹനെ വിളിച്ചില്ലേ? യാ അഹദു യാ സമദു യാ വിത്റു യാ മൗലാ, യാ അഹദു യാ സമദു യാ വിത്റു യാ മൗലാ. എത്ര സുഖമുണ്ടായിരുന്നടാ. നിന്റെ ഓലമേന്ന വീട്ടിൽ ബറക്കത്തുണ്ടായിരുന്നു. നിന്റെ പരിസര പ്രദേശത്ത് 40 തെങ്ങുണ്ടെങ്കിൽ തെങ്ങില് തേങ്ങ വെട്ടിയാൽ ഒരു തേങ്ങ എടുത്തിട്ട് അടുപ്പത്ത് വന്ന് അരച്ചിട്ട് വീട്ടിലൊരു മുഹീദ്ദീൻ റാത്തീബ് നടത്തിയപ്പോ ആ 40 തേങ്ങ കൊണ്ടും മകളെയും കെട്ടിച്ചിട്ട് വാപ്പ ഹജ്ജിന് പോയില്ലേ? ഇന്ന് നിനക്കതൊക്കെ വേണ്ടാടായപ്പോ റിയാലുകൾ കിട്ടിയിട്ട് നിന്റെ കടം മാറിയോ? നിന്റെ വീട്ടില് ബറക്കത്തില്ല. പഴയ ഓലപ്പുരയില് ബറക്കത്ത് വന്നിടങ്ങനെയാ. അവിടെ മാസത്തിലൊരിക്കലെങ്കിലും യാ റബ്ബു യാ നൂറു യാ ഹഖു യാ മുബീൻ. ഇത് നാളെ വാക്കവിയെ വിളിക്കാനല്ല, ഇവിടുത്തെ മദ്രസയിലെ മുഅല്ലിമിന് കാശില്ലാന്നിട്ടല്ല. വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. ആദർശത്തിന് വേണ്ടി ആശയം പറയുകയും ആശയത്തിന് വേണ്ടി പണയം വെക്കാതിരിക്കുന്ന എന്റെ ആശയവും എന്റെ ആദർശവുമാണ്. ആദർശത്തെ പറഞ്ഞതാണ് ഞാൻ. ആദർശത്തിന് പിന്നോട്ടില്ല മക്കള്. അത് നാളെ ഒരു മുസ്ലിയാരെ വിളിച്ച് കൈമടക്ക് കൊടുക്കാനല്ല. എടാ പൊന്നുമോനെ, ഇത് നീ എന്ന് പടിയടച്ച് കളഞ്ഞോ? പാതിരാ സമയത്ത് ലൈറ്റ് അടച്ചിട്ട് അല്ലാഹു പടച്ച റബ്ബിലേക്ക് വിനയം പ്രാപിച്ചപ്പോ നട്ടപ്പെടുത്തി കളഞ്ഞില്ല നീ, അല്ലാഹനെ മറന്നില്ല നീ. ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കാനിട്ട കടുവാപ്പള്ളിയിലെ പെങ്ങള് കടൽ കടന്നു വന്ന വിദേശ സംസ്കാരങ്ങള് കടന്നു വരുമ്പോ അള്ളാന്റെ ദീനിനെ വലിച്ചെറിയുമ്പോ ഏറ്റവും വലിയ കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി 5 നക്ഷത്ര ഹോട്ടലിന്റെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടി അലയുന്ന ഉമ്മ. പണ്ട്
പണ്ട് നമ്മൾ മഅ്ദരി പറഞ്ഞൊരു ഹദീസ് നമുക്ക് ഓർമ്മയില്ലേ? അല്ലാഹു ആ മനുഷ്യന്റെ മോചനം അല്ലാഹു സ്ഥായിയായി കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, എന്റെ പെങ്ങന്മാരോട് ഇത് പറയാതിരിക്കാൻ കഴിയില്ല. സിൻഫാനു മിൻ ഉമ്മത്തി ലമറഹുമാ ഖൗമും മഅഹും സിയാത്തുൻ കഅദിനാബിൽ ബക്കർ റൂസുഹുന്ന കാസിനിമത്തിൽ ബുഖത്തിൽ മായിലാ. രണ്ട് വിഭാഗം ആളുകളെ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ. അതിലൊരാളായ പെണ്ണുങ്ങളാണ്, ഒരു വിഭാഗം പെണ്ണുങ്ങളാണ്. അവരാരാ? അവർ ഊസുഹുന്ന കാസിനിമത്തിൽ ബുഖത്തിൽ മായിലാ. അവരുടെ മുടിക്കെട്ട് കണ്ടാൽ ഒട്ടകത്തിന്റെ പൂഞ്ഞ് പോലെ തോന്നുമെന്ന് പറഞ്ഞ ഇന്ന് മുഴുവൻ മുസ്ലിം പെണ്ണുങ്ങൾ അവരുടെ തലമുടി മുഴുവനും മുകളിലേക്ക് കെട്ടിവെച്ചിട്ട് അതിന്റെ മുകളിലൂടെ മൊത്തയെടുത്തിടലാ പതിവ്. ഏത് കല്യാണത്തിന് പോയാൽ ഇന്ന് പെണ്ണിന്റെ ഫാഷനേരാ, മുടി മുഴുവനും ബാക്കിൽ കെട്ടിയിട്ട് ആ മുടി മുകളിലേക്ക് കെട്ടിവെക്കുക, എന്നിട്ട് അതിന്റെ മുകളിലൂടെ മൊത്തയിടുക. നോക്കിയാൽ പെണ്ണിന്റെ തലയിൽ വെണ്ണക്കുടം വെച്ചതുപോലൊരു മുട കാണാ. പെണ്ണ് അതാണ് റൂസുഹുന്ന കാസിനിമത്തിൽ ബുഖത്തിൽ മായിലാ. നീ തലമറച്ചിട്ടുണ്ടെങ്കിലും വല്ലാഹി പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. ആ മുടി മുകളിലേക്ക് കെട്ടിവെച്ചിട്ട് വെച്ചാൽ അത് പടച്ചറപ്പിന്റെ ഹബീബായ മുത്തിനിട്ടമില്ലാത്തതാ. എല്ലാ സംസ്കാരവും പഠിച്ച മുസ്ലിമേ, ഇന്ന് പെണ്ണിനൊരു വസ്ത്രമുണ്ട്, ലെഗിൻസ്. അത് കാലിലോട്ട് കയറ്റിയിട്ടാൽ അത് പിന്നീട് ബലൂണ് പോലെ ഇറുകി പിടിച്ചു കിടക്കും. ലെഗിൻസ് ഹറാമാ, ലെഗിൻസ് ഉപയോഗിക്കല് ഹറാമാ. അത് പെണ്ണിന്റെ ശരീരത്തിന്റെ വസ്ത്രത്തിന്റെ അത് ഇഴുകി പിടിച്ചു കിടക്കുന്ന വസ്ത്രമാണ്. ഒരു കൊടല് പോലെയുള്ളൊരു പാന്റ് പെണ്ണിങ്ങനെ വലിച്ചു കയറ്റിയിടും. ഇന്ന് കോളേജിൽ പഠിക്കുന്ന പെണ്ണിന്റെ വസ്ത്രവും അതാ ലെഗിൻസ് ഹറാമാ. മോളെ, വിദേശ സംസ്കാരത്തെ നീ അങ്ങ് കെട്ടിപ്പിടിച്ചപ്പോ നിനക്കറിയോ, ബഹുമാനപ്പെട്ട ബീവി സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീവിക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തി സഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൂട്ടിച്ചേർത്തിട്ട് ഇസ്ലാമിക ലോകം ആയിഷക്കെതിരെ അപവാദം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് പറഞ്ഞു, ആയിഷ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക. സംഭവം നിങ്ങൾക്കൊക്കെ അറിയാം. അല്ലാഹുവിന്റെ റസൂൽ പോലും വിശ്വസിക്കുന്ന അവസ്ഥയെത്തി. ഭർത്താവ് ഭാര്യയെ വീട്ടിലാക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നിട്ടുണ്ട്. ഉപ്പാ ഉപ്പാ, അല്ലാഹുവിന്റെ റസൂൽ എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആയിഷ നീയല്ലേ തെറ്റുകാരി? അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ചുവല്ലോ. അവസാനം ഉമ്മ റൂമാന്റെ അടുക്കലെത്തി. ഒരു പെണ്ണിന്റെ ഏക അവലംബം ഉമ്മയാ. ഉമ്മ പറഞ്ഞു, മോളെ നീയാണ് തെറ്റുകാരി. എല്ലാവരും കൈയൊടിഞ്ഞു. ഭർത്താവ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു, വാപ്പാട്ടി ഓടിച്ചു. ഉമ്മ പോലും സാന്ത്വനം നൽകിയില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിരാലംബയായ ആയിഷ റളിയല്ലാഹു അൻഹാ തന്റെ വീട്ടില് അപവാദത്തിന്റെ ചൂളയിൽ കിടന്ന് ഹൃദയം പടയുകയാ. മുഴുവനും നിറം പിടിപ്പിച്ച കഥകളാ. ആയിഷ ബീവിയെ കുറിച്ച് അപവാദമാണ്. ആയിഷ ഒറ്റയാണ്, ആയിഷ ഏകയാണ്, ആയിഷയ്ക്ക് സാന്ത്വനിപ്പിക്കാൻ ആരുമില്ല. പൊട്ടിക്കരഞ്ഞ് വീട്ടില് ഹൃദയം നീറിപ്പുകയവേ. സൂറത്തു നൂറിന്റെ 12 ആയത്തിറങ്ങി, നബിയേ ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും. അപവാദം പറഞ്ഞവരാണ് കുറ്റവാളികൾ. ആയിഷ നിരപരാധിയാണ് നബിയേ, ആയിഷ നിരപരാധിയാ. അല്ലാഹുവിന്റെ റസൂലോടി വീട്ടിലേക്ക് കൂട്ടുകാരികളോടി വന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷ നീ നിരപരാധിയാണെന്ന് ഖുർആന്റെ ആയത്തിറങ്ങി. ആയിഷ പൊട്ടിക്കരഞ്ഞു പോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മറുഭാഗത്ത് നിന്ന് കൂട്ടുകാരികളോടി വന്നു, ആയിഷ അല്ലാഹു നിനക്ക് വേണ്ടി ആയത്തിറക്കി. ആയിഷ ആ സമയത്താണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത്, എങ്ങനെയാണ് എന്റെ പേരിൽ ആയത്തിറങ്ങാതിരിക്കുക? എങ്ങനെയാണ് എന്റെ പേരിൽ നിരപരാധിത്വം തെളിയിക്കപ്പെടാതിരിക്കുക? എനിക്കെതിരെ അപവാദം പ്രചരിച്ച അന്ന് മുതൽ ഇന്നത്തെ ദിവസം വരെ പാതിരാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. മുസ്ലിമേ, കൈമോശം നിന്നുപോയ ഈമാൻ പിടിച്ചോ, അല്ലാഹുവിന്റെ ഖുർആന്റെ ശുദ്ധി പിടിച്ചോ. എനിക്കെതിരെ അപവാദം വന്ന അന്ന് മുതൽ ഇതേവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല.
പറഞ്ഞിട്ടില്ല. എനിക്കെതിരെ അപവാദം പറഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്റെ നാവ് കൊണ്ടൊരൊറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഓരോ രാത്രിയിലും നിങ്ങൾ എനിക്കെതിരെ അപവാദം പറയുമ്പോ, എന്റെ അഭിമാനത്തെ പിച്ച് ചീന്തുമ്പോ, അപ്പോഴൊക്കെ ഞാൻ എന്റെ റബ്ബിനെ പഠിച്ചു. എന്റെ റബ്ബിനോട് ഞാൻ പറഞ്ഞു, ഒരൊറ്റ ദിക്റേ എനിക്കുണ്ടായിട്ടുള്ളൂ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ സദസ്സിനോട് വാക്കവി ഇത്ര ഗൗരവമായിട്ട് പറയുന്നതിന്റെ കാരണം എന്താ? 2 മണിക്കൂർ കോരിച്ചൊരിയുന്ന മഴയത്ത് വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഒന്നുമില്ലാതിരിക്കരുത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഒരു പെണ്ണിനെ ഒറ്റപ്പെടുത്തിയാൽ, ഹൃദയം വേദനിച്ചാൽ, മോള് പെങ്ങളെ നിനക്കുള്ള ഒന്നേ ഒന്നെന്താ? വഹക്കഖതു മയ്യസി സിവാകാലി ഫഖിരിഹി വജിതുക മുഹ്താദൻ ഫകൈഫ അദിയോ. എനിക്കെന്റെ റബ്ബ് തുണ. അവനാണ് റബ്ബ്, അവനാണ് ഹക്ക്, അവനാണ് നൂറ്, അവനാണ് സർവാധിപതി, അവനാണ് സ്വേച്ഛാധിപതി. അവന്റെ മുമ്പിൽ ഒരു അപവാദവും പോവില്ല, അവന്റെ മുമ്പിൽ ഒരു അപവാദവും വില പോവില്ല. മരിക്കുന്നത് വരെ, ഞാൻ ഈ ആയത്തിറങ്ങുന്നത് വരെ ഞാൻ പറഞ്ഞത് എന്തെന്നറിയോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ബഹുമാനപ്പെട്ട റബീ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ദക്ഷിണാഫ്രിക്കയുടെ വനാന്തരത്തിൽ പ്രബോധനത്തിന് പോകുമ്പോ സിംഹങ്ങളും ആനക്കുട്ടികളുമാണ്. സഹാബത്ത് പറഞ്ഞ്, വേണ്ട നബിയേ, പോകണ്ട, കാട്ടാനകളെ ചവിട്ടിക്കളയും. ഇല്ല, ആന്റെ റസൂല് പറഞ്ഞു വിട്ടതല്ലേ. അവിടെ നിന്നിട്ട് ബഹുമാനപ്പെട്ട റബീ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട റബീ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പ്രസംഗം നടത്തി. വന്യജീവികളോടാണ് പ്രസംഗം. ആനക്കൊമ്പന്മാരെ, വന്യമൃഗങ്ങളെ, അനഅസ്ഹാബു റസൂലില്ലാഹ്, ഞാൻ ഹബീബായ നബിയുടെ അനുയായിയാണ്. ഞാൻ ഇവിടെ കിടക്കുന്ന ജനങ്ങളോട് ദൈവത്ത് കൊടുക്കാമെന്നടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാമെന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ 2 ഓപ്ഷൻ തരികയാ. റബീ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ദക്ഷിണാഫ്രിക്കയുടെ വനാന്തരത്തിൽ പ്രബോധനത്തിന് പോകുമ്പോ സിംഹങ്ങളും ആനക്കുട്ടികളുമാണ്. സഹാബത്ത് പറഞ്ഞ്, വേണ്ട നബിയേ, പോകണ്ട, കാട്ടാനകളെ ചവിട്ടിക്കളയും. ഇല്ല, ആന്റെ റസൂല് പറഞ്ഞു വിട്ടതല്ലേ. അവിടെ നിന്നിട്ട് ബഹുമാനപ്പെട്ട റബീ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട റബീ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പ്രസംഗം നടത്തി. വന്യജീവികളോടാണ് പ്രസംഗം. ആനക്കൊമ്പന്മാരെ, വന്യമൃഗങ്ങളെ, അനഅസ്ഹാബു റസൂലില്ലാഹ്, ഞാൻ ഹബീബായ നബിയുടെ അനുയായിയാണ്. ഞാൻ ഇവിടെ കിടക്കുന്ന ജനങ്ങളോട് ദൈവത്ത് കൊടുക്കാമെന്നടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാമെന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ 2 ഓപ്ഷൻ തരികയാ. ഒന്നുകിൽ അടുത്ത കാട്ടിലേക്ക് രക്ഷപ്പെട്ടുകൊള്ളുക, അതല്ലെങ്കിൽ എന്റെ മുമ്പിൽ കീഴടങ്ങുക, അതല്ലെങ്കിൽ എനിക്ക് വേണ്ടി വഴിമാറുക, അതല്ലെങ്കിൽ അടുത്ത കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുക. സാക്ഷി, ചരിത്ര സാക്ഷി, പറയേണ്ട താമസം. പ്രസവിച്ച് കിടക്കുന്ന പുലിക്കുട്ടികൾ, പ്രസവിച്ച് കിടക്കുന്ന സിംഹക്കുട്ടികൾ അവരുടെ കുഞ്ഞിനെയും വായിൽ കടിച്ചെടുത്തിട്ട് വനാന്തരത്തിലൂടെ ഓടി രക്ഷപ്പെടുകയാ. കറുത്ത വർഗക്കാർ ഇത് കാണുമ്പോ പുലിക്കുട്ടികളും സിംഹക്കുട്ടികളും കുഞ്ഞുങ്ങളെ കടിച്ചെടുത്തുകൊണ്ട് ഓടുന്നത് കണ്ടപ്പോ അവര് വന്ന് നോക്കുമ്പോ കാണുന്നടണ്ട, കൊലകൊമ്പന്മാരുടെ മുമ്പ് അള്ളാന്റെ ദീൻ പറയുന്ന റബീ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അള്ളാനെ കുറിച്ച് പഠിച്ചപ്പോ കൊലകൊമ്പന്മാര് മുഴുവനും മുട്ടുകുത്തിയെങ്കിൽ ആ പാഠം പഠിച്ചപ്പോഴാണ് 12 വർഷങ്ങളായി വൈദ്യുതി ഇല്ലാതെ, വെള്ളമില്ലാതെ, ഉപരോധത്തിൽ പെട്ട് കിടക്കുന്ന 2.5 കിലോമീറ്റർ പോലും വിസ്തൃതമില്ലാത്ത ഫലസ്തീനിലെ ഗസയിലെ ഭക്ഷണമില്ലാത്ത, വെള്ളമില്ലാത്ത ഫലസ്തീനിലെ ഗസയിലെ ഹമാസിന്റെ പോരാളികൾ, ലോകത്തിലെ 3ാമത്തെ സൈനികരാട്ടമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികൾ തീതൊട്ടുമ്പോ കരിങ്കല്ല് കൊണ്ടും വിരിമാറുകൊണ്ടും തിരിച്ചേക്കാൻ കഴിഞ്ഞെങ്കിൽ പൊന്നുമോനെ ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തലിന് കരാറൊപ്പിടാൻ
കാരണം എന്താ? ഹമാസിന്റെ പോരാളിയുടെ കയ്യിൽ റോക്കറ്റ് ഇല്ല, അവരുടെ കയ്യിൽ ബോംബില്ല. കല്ലും കവണയും വെച്ചിട്ട് ഇന്തിഫാദയിലൂടെ ചെറുത്തു നിന്നപ്പോ അവർക്ക് കിട്ടിയ ഊർജം എവിടെയെന്നറിയോ? അവരാരെന്നറിയോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈജിപ്തിൽ പോയപ്പോ 3 പ്രാവശ്യം ഞാൻ ആ നാട് കണ്ടവനാണ്. ബോംബിട്ട് നടന്ന നാട് ഞാൻ കണ്ടവനാണ്. തകർന്നടിഞ്ഞ ഗസ ഞാൻ കണ്ടടാണ്. തകർന്നടിഞ്ഞ വെസ്റ്റ് ബാങ്കിന്റെ കണ്ണുകൊണ്ട് കണ്ടടാ. 9 വയസ്സുള്ള കുട്ടി സ്കൂളിലേക്ക് പോവുകയാണ്. ഞാൻ അവന്റെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ? അവൻ പറഞ്ഞു, അൽ-ഇഅ്തിസാമു ബില്ലാഹ്. എന്റെ പേര് അൽ-ഇഅ്തിസാമു ബില്ലാഹ്. പടച്ചറപ്പിന് വേണ്ടി മുറുകെ പിടിച്ചവന് അവിടുത്തെ പേര് തന്നെ എങ്ങനെയാ? ഞാൻ ചോദിച്ചു, മോനെ നിന്റെ വാപ്പ എവിടെ? ഫലസ്തീനിലെ 9 വയസ്സുകാരൻ ആകാശത്ത് കൈവെത്തിയിട്ട് പറഞ്ഞു, ഇലാ റഹ്മത്തില്ലാഹ്. എന്റെ വാപ്പ പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ പോയി. ഞാൻ ചോദിച്ചു, മോനെ നിന്റെ ഉമ്മ എവിടെ? എന്റെ ഉമ്മ ഇലാ ജന്നാത്തിൽ ഫിർദൗസിൽ അഅ്ലാ. എന്റെ ഉമ്മ സ്വർഗത്തിലിരുന്നിട്ട് എന്നെ കാണുന്നുണ്ട്. എന്റെ കണ്ണ് നിറഞ്ഞു പോയി. നമ്മുടെ കുട്ടികൾക്ക് പറ്റുമോ? വ്യഭിചാരം പഠിപ്പിക്കുന്ന എന്റെ വാപ്പക്കും ഉമ്മക്കും തണുപ്പുള്ള രാത്രിയിൽ ഒരു തമാശ തോന്നിയപ്പോ തമാശയുടെ ഫലമായിട്ടാണ് ഞാൻ ജനിച്ചതെന്ന് പറഞ്ഞ സാഹിത്യകാരൻ എഴുതി വെച്ച സാഹിത്യം പഠിപ്പിക്കുന്ന നമ്മുടെ മക്കൾക്ക് ഇത് പറയാൻ പറ്റുമോ? വാപ്പ കബറി പോയി എന്ന് പറയോ? അവര് പഠിച്ചതല്ലാതെയാണ്. ഹമാസിന്റെ ഫലസ്തീന്റെ കുട്ടികൾ കണ്ടതല്ലാന്റെ കുതിരത്താണ്. അവര് ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രാന്തപ്രദേശത്ത് ജനിച്ചവരാ. അവർ ഇബ്രാഹിം നബിയുടെ കബറ് കണ്ടവരാ. അവർ ഇസ്ഹാഖ് നബിയുടെ കബറ് കണ്ടവരാ. അവര് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിന്റെ പിന്തലമുറക്കാരാ. ആ പൊന്നുമോനോട് ചോദിച്ചു, മോനെ നിന്റെ അവസ്ഥ എന്താ? ആ പൊന്നുമോൻ പറഞ്ഞു, ഉസ്താദേ എന്റെ വാപ്പയെയും ഉമ്മയെയും എന്റെ 3 സഹോദരിമാരെയും എനിക്ക് എന്റെ കൺമുമ്പിൽ ഇരുന്നിട്ട് ഇസ്രായേൽ പട്ടാളക്കാര് വെടിവെച്ചു കൊന്നു. എന്റെ കുടുംബത്തിന് ശേഷിക്കുന്നത് ഞാനാ. ഞാൻ പൊന്നുമോന്റെ കഴുത്തിലേക്ക് എന്റെ കൈയിട്ടിട്ട് ഞാൻ പറഞ്ഞു, പൊന്നുമോനെ ഇനി കിരാതന്മാരുടെ രാക്ഷസന്മാരുടെ നാട്ടിൽ നീ നിന്നെയും അവര് കൊന്നുകളയും. അതുകൊണ്ട് നീ ഇന്ത്യയിലേക്ക് വാ. അവിടെ എന്റെ സ്ഥാപനമുണ്ട്. അവിടെ നിന്നെ ഞാൻ പഠിപ്പിച്ചു ഡോക്ടറാക്കാം, എഞ്ചിനീയർ ആക്കാം. പറയേണ്ട താമസം തോളത്തിരുന്ന് എന്റെ കൈ തട്ടി മാറ്റിയിട്ട് മീശ പിടിക്കാത്ത 9 വയസ്സുകാരൻ LP സ്കൂളുകാരൻ എന്നോട് പറഞ്ഞു, അറബി ഭാഷയില് നിന്റെ കൂടെ ഇന്ത്യയിൽ വന്നാൽ എഞ്ചിനീയർ ആവാനല്ലേ പറ്റൂ, ഇന്ത്യയിൽ വന്നാൽ ഷഹീദാവാൻ പറ്റില്ലല്ലോ. ഞാനിവിടെ ഷഹീദാവാൻ നടക്കുകയാ. എന്റെ ഉപ്പ പോയടുത്തേക്ക്, എന്റെ ഉമ്മ പോയടുത്തേക്ക്, എന്റെ സഹോദരിമാര് പോയടുത്തേക്ക് ഞാൻ ഷഹീദാവാൻ നടക്കുന്നതാണ്. 9 വയസ്സുകാരൻ മറുപടി പറഞ്ഞ ഫലസ്തീനിന്റെ തീതുപ്പുന്ന മണ്ണിന്റെ ഇടയിൽ ജീവിക്കുമ്പോഴും അള്ളാന്റെ സ്വർഗത്തെ ആഗ്രഹിക്കുന്ന ആ മക്കള് പഠിച്ച പാഠമേടാ. ആ പാഠമാണ് ലോകത്തിന്റെ രാജാവല്ലയാണ്. അത് ഒബാമയല്ല, അതിനെ തന്നെയാകുമല്ല. ഒരു വേദത്തിന്റെ മുമ്പ്, ഒരു ലോകത്തിന്റെ മുമ്പ്, ലോകത്തിന്റെ 3ാമത്തെ സൈനിക രാട്ടത്തിന്റെ മുമ്പ് ഈ നെഞ്ചു വിരിച്ചിട്ട് പിടിച്ചു വെക്കാൻ കിടന്നത്. പൊന്നുമോനെ നമ്മൾ മരണത്തെ പേടിച്ചവരാ. അവരാരും മരണത്തെ പേടിച്ചവരല്ല, മരണത്തെ പേടിച്ചവരല്ല. അവർക്ക് ജീവിച്ചാലും അല്ലയാ, മരിച്ചാലും ഇല്ല. മരിച്ചാലും അല്ലാഹ്ക്ക് വേണ്ടി, ജീവിച്ചാലും അല്ലാഹ്ക്ക് വേണ്ടി. ഈ പാഠം പഠിച്ചിട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഭൗതിക ജീവിതത്തിന്റെ മാറാപ്പ് വലിച്ചിറങ്ങിയിട്ട് കാലത്തിന്റെ ചുവരെടുത്തുകൾ മനസ്സിലാക്കി ഇബ്രാഹിമി മില്ലത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുഹമ്മദീ സുന്നത്തിനെ മുറുകെ പിടിച്ച് കാലത്തിന്റെ ഇതിഹാസത്തിന്റെ ചരിത്രത്തിന്റെ രചതരേഖ വരിക്കാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന്റെ ഏറ്റവും വലിയ ഔഷധം ഒരാളും അനങ്ങരുത്. ഇൻഷാ അല്ലാഹ് 10 സലാത്ത് ചൊല്ലി നമുക്ക് പിരിഞ്ഞു പോകണം. എന്റെ സഹോദരങ്ങളെ, അതിന് നമ്മുടെ കയ്യിലൊന്നേ ഉള്ളൂ, വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആന്റെ വിശുദ്ധി, ആ വിശുദ്ധ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ട് അവസാനം അല്ലാഹുവിന്റെ ഖുർആൻ ഓതി മരിക്കുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്
വീട്ടിൽ വല്ലാത്ത രോഗമാണ് നബിയെ, വല്ലാത്ത കടമാണ് നബിയെ, എന്ത് ചെയ്താലും ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല നബിയെ, ഞാൻ എന്ത് ചെയ്യണം നബിയെ, എനിക്കൊരു ദിക്ർ പറഞ്ഞതാ തിരുദൂതരെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബി നിന്റെ എല്ലാ പ്രയാസവും മാറണോ, നീ നിന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ ഫസല്ലിം അലാ അഹ്ലികാ, നിന്റെ വീട്ടുകാരോട് നീ ഉറക്കവൊന്ന് സലാം പറയുക. വാക്കവി പറയുന്നത് മറന്നുപോയ പാഠം. ഇത് അസ്ട്രോണമി അല്ല, ഇത് ജോഗ്രഫി അല്ല, ഇത് സയൻസ് അല്ല, നാം അടിച്ചു പുറത്താക്കിയ നമ്മുടെ ആത്മീയതയുടെ പാഠം. നീ നിന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ നിന്റെ വീട്ടുകാരോട് നീ ഒന്ന് സലാം പറയുക. പഠിച്ചുപോയ മറന്നുപോയ ഗൃഹപാഠം, നീ നിന്റെ വീട്ടുകാരോട് സലാം പറയുക. ഇവിടെ നോക്ക്. എന്നിട്ട് നീ വീട്ടിലോട്ട് കയറിയാൽ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഊരി തൂക്കുന്നതിന് മുമ്പേ ഒരൊറ്റ പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഒരു പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസോട് ആ സഹാബി പറയുകയാണ്, ഞാനിത് ചെയ്യാൻ തുടങ്ങി, കുറച്ച് നാളുകൊണ്ട് എന്റെ ദാരിദ്ര്യം മാറി, എന്റെ പ്രയാസം മാറി, എന്റെ രോഗം മാറി എന്ന് അസ്ഹാബുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുവരെ വാത് കേട്ടു, ഇനി ചെയ്യാൻ ഇനി ചെയ്തൂടെ? കുങ്കുമം എടുക്കുക, കുങ്കുമം കൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് എഴുതുക, എന്നിട്ടത് ഉണങ്ങിക്കടിയുമ്പോ സംസം വെള്ളം കൊണ്ടത് നനച്ചെടുത്തിട്ട് ആ സംസം വെള്ളം കുടിക്കുക. സർവരോഗത്തിന് ശിഫയാണെന്ന് സദഖ റസൂലുള്ളാഹ്. ഇതെല്ലാം നീ ചെയ്തു പോയാൽ ഖുർആന്റെ വെളിച്ചം, ഇത് ഞാൻ പറഞ്ഞത് സൂറത്തുൽ ഇഖ്ലാസ് മാത്രം, ഇത് ഖുർആന്റെ വെളിച്ചമാണ്, ഇത് ഖുർആന്റെ വിശുദ്ധിയാണത് ഹൃദയത്തിൽ, നാവിൽ, നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എല്ലാവരോടും അവസാനമായിട്ട് ഞാൻ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി, ഖുർആന്റെ ഈ വിശുദ്ധിയും ഈ വിജയവും ജീവിതത്തിന്റെ പ്രയാസത്തിന്റെ വിജയത്തിന്റെ നിദാനം ഖുർആനാ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ വേളയിൽ പൊട്ടിക്കരയാ. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാണാൻ വന്നു. എന്തിനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദേ കരയുന്നത്? നിങ്ങൾ മരിച്ചാൽ പെൺമക്കൾ കാര്യമില്ലെന്ന് ഓർത്തിട്ടാണോ? അങ്ങനെയെങ്കിൽ ബൈത്തുൽ മാലിൽ നിന്ന് നിങ്ങളുടെ പെൺമക്കൾക്കൊരു നിശ്ചിത സംഖ്യ തീരുമാനിച്ചിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഞാൻ മരിച്ചാലും എന്റെ 5 പെൺമക്കളും പട്ടിണിയിലാകുമെന്ന് എനിക്ക് ഭയമില്ല, അവർക്ക് പട്ടിണി വരികയില്ല. ഒരാപത്തും ഞാൻ മരിച്ചാലും അവരുടെ ഉപ്പ മരിച്ചാലും എന്റെ പെൺമക്കൾക്ക് വരില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, കാരണം എന്താ? എന്റെ ഹബീബായ മുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, ആരെങ്കിലും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു പെണ്ണ് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ലം തുസിബുഹു ഫാഖ, ആ പെണ്ണിനൊരാപത്തും വരില്ലെന്ന് എന്റെ മുത്തന്നെ പഠിപ്പിച്ച അന്ന് മുതൽ എന്റെ പെൺമക്കള് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പതിവായി സൂറത്തുൽ വാഖിയ ഓടുന്നുണ്ട്. അതുകൊണ്ട് എന്റെ മക്കൾക്കൊരു പട്ടിണിയും വരില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഓ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ, നമ്മൾ അടുത്ത നിമിഷം മരിച്ചാലും എന്റെ മക്കള് പട്ടിണിയാവില്ലെന്ന് പറയാൻ ഇങ്ങനെ ഒരു ഖുർആന്റെ പാഠം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, ഖുർആനിനെ സ്നേഹിക്കുക. ജാമിയ സലാഹിയയിൽ ഇരിക്കുന്ന ഹിഫ്ള് വിദ്യാർത്ഥികൾ അവരുടെ നാവിലൂടെ ഖുർആൻ ഓതുമ്പോ ആയിരക്കണക്കിന് ഹാഫിളീങ്ങൾ വരുമ്പോ കടുവാപ്പള്ളി ജമാഅത്തിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കാരണം ഇത് ഖുർആന്റെ ഭൂമിയാണ്, ഇത് ഖുർആന്റെ ഭൂമികയാണ്, ഇത് ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന ഭൂമികയാണ്. അല്ലാഹുവേ, 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 അവസാനം നിന്നോട് ചോദിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. മഹിലൻ ഹദാകല്ലദീ അതാക നാഫിലത്തുൽ ഖുർആനി ഫീഹി മവാഇദു വതഫ്സീലു. അല്ലാഹുവേ, 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 ആയിരക്കണക്കിന് അർത്ഥതലങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ ഖുർആൻ ലഹാ മആനിൻ കമൗതിൽ ബഗീരി ഫീ മദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയബി ഫലാ തുഅദ്ദു വലാ
തുഹ്സാ അജായിബുഹാ വലാ തുസാമു അലൽ ഇക്സാരി ഫിസ്സബീ. ബുർദയാണ്. ആയിരക്കണക്കിന് അർത്ഥഗ്രന്ഥങ്ങളുള്ള ഖുർആൻ പഠിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല റബ്ബേ. ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലാ. അറിയാത്തത് കൊണ്ട് ഓതാനും കഴിഞ്ഞിട്ടില്ല റബ്ബേ. പക്ഷേ അവസാനം മരിക്കുന്ന നേരം പൊന്നുമക്കളെ മനസ്സിലുറപ്പിക്കണം, സഹോദരിമാരെ മനസ്സിലുറപ്പിക്കണം. മരിക്കുന്ന നേരം മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് മാറിയെറിഞ്ഞതത്ഭുതമല്ലേ. നിന്റെ സിംഹാസനത്തിന് ചുറ്റി നിന്നവർ, നിന്റെ കാറിൽ കൂടെ സഞ്ചരിച്ചവർ, നിന്റെ കൂടെ സർവ്വതിനും കൂട്ടുനിന്നവർ നിന്റെ കുഴിമാടത്തിലേക്ക് പിടിമണ്ണ് വാരിയെറിയുകയാണ്. മൈനറിയ തീമായി കണ്ടടം ഒലിച്ചില്ലേ, അതിലത്ഭുതം നിന്നോളവും നിനക്കില്ലേ. പൊന്നുമക്കള് പൊട്ടിക്കരയുന്നത് കണ്ടില്ലേ? വാപ്പാണ്ണ മയ്യത്തിന്റെ ചാരത്ത് നിന്നിട്ട് നമ്മുടെ മക്കളുടെ കണ്ണുനീരൊലിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് കാണാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മരണശേഷം ഒന്നും കാണാതിരിക്കുന്നത് ഒരു പക്ഷേ അല്ലാഹ് തന്ന ഖൈറാണ്. ഞാൻ മരിച്ചു കിടക്കുമ്പോ എന്റെ മയ്യത്തിന്റെ ചാരത്ത് കെട്ടിപ്പിടിച്ചു കരയുന്ന എന്റെ മക്കളുടെ കണ്ണുനീരെങ്ങാനും എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞാ ഒന്ന് ചിന്തിക്കൊരൽപ്പനേരം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, നബിയേ, ഒരു നല്ല പ്രഭാഷകൻ മദീനയിൽ വന്നിട്ടുണ്ട്, ഭയങ്കര വഅദാണ് നബിയേ, ഭയങ്കര പ്രസംഗമാണ് നബിയേ. വാക്കവിമാരെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയാറുണ്ട്, അല്ലാഹു അതിനെ നിലനിർത്തി തരട്ടെ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആ പ്രഭാഷകൻ മരണത്തെ കുറിച്ച് വഅദ് പറയാറുണ്ടോ? ഇല്ല യാ റസൂലല്ലാഹ്. എന്നാൽ അയാൾ നല്ല പ്രഭാഷകനല്ലെന്ന് ലോകത്തിന്റെ മുത്ത് പറഞ്ഞതുകൊണ്ട് എന്റെ ഏത് പ്രസംഗത്തിലും അത് കേട്ടാന്ന് മുതൽ മരണത്തെ കുറിച്ച് പറയാൻ അവസാനിപ്പിച്ചിട്ടില്ല. എന്തിനാ മരണം പറയുന്നത്? ഒരു നല്ല പ്രഭാഷകനായി മാറാന്, ഹബീബായ മുത്ത് പറഞ്ഞ പ്രഭാഷകനാകാന്. മരിച്ചിട്ടൊന്നും അറിയാത്തത് നല്ലതല്ല ഉസ്താദേ, മരിച്ചു കഴിഞ്ഞിട്ടൊന്നും കാണാൻ കഴിയാത്തത് ഖൈറല്ലേ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയുന്ന എന്റെ മക്കളുടെ കണ്ണുനീര് എനിക്ക് എങ്ങനെയാണ് കണ്ടു നിൽക്കാൻ കഴിയുക? മരിച്ചിട്ട് മലന്ന് കിടക്കുന്ന എന്നെ ഉപ്പാ ഉപ്പാ ഉപ്പാന്ന് വിളിക്കുന്ന എന്റെ മക്കളെ ഞാൻ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? എന്റെ പൊന്നുമോൾ എട്ടും പൊട്ടും തിരിയാത്ത എന്റെ പൊന്നുമോൾ എന്റെ മുമ്പിൽ കരയുന്നത് ഞാൻ എങ്ങനെയാ സഹിക്കുക? എന്റെ തളർച്ചയിലും എന്റെ വളർച്ചയിലും എന്റെ താങ്ങും തണലുമായ എന്റെ പൊന്നു ഭാര്യ കരയുന്നത് ഞാൻ എങ്ങനെയാണ് സഹിക്കുക? സഹോദരങ്ങളെ അവസാനം ആരടി മണ്ണിലേക്ക് പോവുകയാണ്. ആരടി മണ്ണിൽ അവസാനിക്കുകയാണ്. ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്തതത്ഭുതമല്ലേ. തനവാ ഉസ്താദിന്റെ വരികളാണ്, ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ലെറ്റർ അയച്ചിട്ട് മറുപടി വരുന്നില്ല. അഹമ്മദ് കബീർ ബാക്കവി ആരടി മണ്ണിലേക്ക് അടങ്ങി, ഇർഷാദ് ബാക്കവി മരണപ്പെട്ടു, മൻസൂറുദ്ദീൻ ഷാദി മരണപ്പെട്ടു. അല്ലാഹു എല്ലാവർക്കും ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് തരട്ടെ. എന്റെ ഫോൺ നമ്പറിൽ വിളിക്കാറുണ്ട്, എന്നെ 949577 വിളിച്ചാൽ പലപ്പോഴും എന്നെ കിട്ടാറില്ല. എന്നെ കിട്ടാതെ വരുമ്പോ നിങ്ങളെല്ലാം എന്റെ ഡ്രൈവർ അബൂനെ വിളിക്കും, ഇല്ലെങ്കിൽ എന്റെ അനസിനെ വിളിക്കും. ഉസ്താദിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഉസ്താദ് എവിടെയാണ്? കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും വന്നവർ അബുവിനെ വിളിച്ചു. എന്റെ കൂടെ നിഴല് പോലെ നടക്കുന്ന എന്റെ 2 ചെറുപ്പക്കാരന്റെ അനസിനെ വിളിച്ചു. ഉസ്താദ് എവിടെയുണ്ട്? ഉസ്താദ് വീട് പണിയുടെ തിരക്കിലാണത് കൊണ്ട് ആരെയും ഇപ്പൊ വീട്ടിൽ കാണുന്നില്ല. സെപ്റ്റംബർ 10 കഴിഞ്ഞേ കാണൂ, അതല്ലെങ്കിൽ ഉസ്താദ് ഉറങ്ങുകയാണ്. വിളിച്ച അപ്പുറം ഉസ്താദ് ഉറങ്ങുകയാണ്.
സഹോദരങ്ങളെ, അഹമ്മദ് കബീറിന്റെ വിഷയ വിവരം അറിയാട് നൗഷാദ് ബാക്കി വിളിച്ചാലും അദ്ദേഹത്തിന്റെ ഡ്രൈവർ പറയും, ഉസ്താദ് ഇവിടെ ഇല്ല, ഡേറ്റ് ഇല്ല, ഉറക്കമാ. നൗഷാദ് ബാക്കവിയെ കുറിച്ച്, അഹമ്മദ് കബീർ ബാക്കവിയെ കുറിച്ച് നിങ്ങൾക്ക് വിവരം അറിയണോ? ഫോൺ വിളിച്ചാൽ എന്റെ കുട്ടികൾ നിങ്ങളോട് വിവരം പറയും. ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എന്റെ സിം കാർഡ് മരിക്കില്ലല്ലോ. നിങ്ങൾ വിളിച്ചിട്ട് അബുവിനോട് മനസ്സിനോടും ഉസ്താദ് എവിടെയെന്ന് ചോദിച്ച കുട്ടികൾ മറുപടി എന്താ പറയുക? ഉസ്താദിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. എന്റെ തൊട്ടടുത്ത് കിടന്ന് എന്റെ ഭാര്യക്കറിയില്ല ഇപ്പൊ എന്റെ അവസ്ഥ എന്താണെന്നറിയില്ല, എന്റെ മക്കൾക്കറിയില്ല. പൊന്നുമോനെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. അതുകൊണ്ട് ഈ ഭൂമിയുടെ പുറംതരിയുടെ മുകളിൽ കിട്ടിയ ജീവിതം അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചോ, വിശുദ്ധ ഖുർആനിന് വേണ്ടി അവതരിപ്പിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉസ്മാനെ ലികുല്ലി നബിയിൻ റഫീഖും ഫിൽ ജന്നാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാനെ നീയാണ്. ഉസ്മാൻ ആരാ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആരാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു? ആരാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു? ആരാ? ബദറിൽ പങ്കെടുത്തിട്ടില്ല, ഉഹദിൽ പങ്കെടുത്തിട്ടില്ല, ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്തിട്ടില്ല. ഇസ്ലാമിക സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടില്ല. പിന്നെങ്ങനെയാ പൊന്നുമോനെ സ്വർഗത്തിലെ കൂട്ടുകാരൻ എന്ന പദവി കിട്ടാനല്ല ഒരേ ഒരു കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച രണ്ട് ഗുണങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ഒന്ന് മുഹിബ്ബുൽ ഖുർആൻ, ഖുർആനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. മരിക്കുന്ന സമയത്തും ഖുർആൻ ഓതിയാണ് മരിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഉസ്മാനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നീ മരിക്കും ഉസ്മാൻ. മരിച്ചില്ല മുഅ്മിനീങ്ങളെ. പുറകിൽ നിന്ന് വടിവാൾ കൊണ്ട് ആഞ്ഞു കുത്തിയപ്പോ കുട്ടൽമാല വെളിയിലോട്ട് ചീറ്റിത്തെറിച്ച് രക്തത്തുള്ളികൾ ഫസയകുഫീകഹുമുല്ലാഹ് എന്ന സൂറത്തുൽ ബഖറയുടെ ആയത്തിന് വീണിട്ട് മരിച്ചില്ലേ? ഇതിനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ഒരൊറ്റ ഗുണമേ ഉള്ളൂ, ഇൻഷാ അല്ലാഹ് ഉസ്മാൻ ആവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനിനെ സ്നേഹിക്കുക. രണ്ടാമത്തെ ഗുണം, അല്ലാഹുവിന്റെ റസൂൽ ഏത് സമയത്തൊരാവശ്യം വന്നിട്ട് ഒരു 100 ദീനാർ ചോദിച്ചാൽ സദസ്സിൽ നിന്ന് ആദ്യം എഴുന്നേറ്റ് നിൽക്കുന്നത് അനയാ റസൂലല്ലാഹ്